സിനിമ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരു കുറ്റമില്ല. മെസ്സേജ് ഒന്നുമില്ല, വലിയ തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നുമില്ല, അല്ലാണ്ട് ഒരു ഫീൽ കൂടി ഇത്രയും ഭയങ്കര ഹൈപ്പുള്ള സിനിമകൾക്കിടയിൽ നിന്നും പ്രത്യേകിച്ച് ഒരു ഫീൽ ഗുഡ് സിനിമ. അതായത് പഠിച്ചിട്ട് പോകണമാർക്ക് തിരിച്ചുകൊണ്ട് കൊടുക്കുന്ന പണി. മെസ്സേജ് എന്റർടൈൻമെന്റ് ആണ് ഉദ്ദേശം തോന്നുന്നു, പക്ഷെ നമുക്ക് അങ്ങ് അത്രയ്ക്ക് വർക്കായില്ല. നല്ല പടമാണ്, കൊള്ളാം. ഓ കൊള്ളാം, ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ചിരിച്ച് നല്ല ചിരിപ്പിച്ചെടുത്ത് ഇക്കിളിയാക്കി ചിരിപ്പിച്ചെടുത്ത് കൊള്ളായിരുന്നു. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. വലിയ ഇതൊന്നുമില്ല, കോമഡിയാണ്. അത്രേ ഉള്ളൂ, കോമഡി ഉള്ളൂ. അഭിനയം കൊള്ളാം, സൂപ്പറായിരുന്നു. സിനിമയിൽ ഞാൻ അധികം സിനിമ കാണാറില്ല, അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു, ഞാൻ വന്ന് കണ്ടതാണ്. സൂപ്പർ, ഇനിയൊന്നും പറയില്ല. ഫുള്ള കോമഡി ഉണ്ടായിരുന്നു. ഇത് നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്, ഇനി അതിനെക്കുറിച്ച് എനിക്കിനി പറയില്ല. സിനിമ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ആരും ഇഷ്ടപ്പെടും ഈ സിനിമ കണ്ട്, ഒരു കുറ്റമില്ല. ഫാമിലി കാണാൻ പറ്റുന്ന പടം തന്നെ. കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. നല്ല കോമഡി ഉണ്ടായിരുന്നു, നല്ല ചിരിക്കാവുന്നുണ്ട്. യെസ് ഷുവർ, മെസ്സേജ് ഉണ്ട്, നല്ല കോമഡി ആയിട്ടുള്ള മെസ്സേജ് ഉണ്ട്, നല്ല തീമുണ്ട്. ബ്രോ പടം അടിപൊളിയായിരുന്നു ബ്രോ, സൂപ്പറായിരുന്നു. കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫാന്റാസ്റ്റിക് ആയിരുന്നു. നല്ല കോമഡി മൂവിയാണ്, ഫാമിലിക്ക് കാണാൻ പറ്റുന്ന മൂവിയാണ്. പ്രണയ ചിത്രം തന്നെയാണ്. ഇല്ല ബ്രോ, അത് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല, കൊള്ളാം. കോമഡി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫാമിലി എൻ്റർടൈനർ, അത്രേ ഉള്ളൂ. എടുത്തു പറയാനായിട്ടൊന്നുമില്ല, തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പാട്ടുകളൊക്കെ കൊള്ളാം, പക്ഷെ അത്രയ്ക്ക് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഓക്കെയാണ്, പക്ഷെ അത്രയും ഭയങ്കര ഹൈപ്പൊന്നുമില്ല, കണ്ടില്ല. കോമ്പോ കൊള്ളാം. മെസ്സേജ് ഒന്നുമില്ല, അല്ലാണ്ട് പറഞ്ഞല്ലോ, ഒരു വലിയ തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നുമില്ല, അല്ലാണ്ട് ഒരു ഫീൽ കൂടി ഇത്രയും ഭയങ്കര ഹൈപ്പുള്ള സിനിമകൾക്കിടയിൽ നിന്നും പ്രത്യേകിച്ച് ഒരു ഫീൽ ഗുഡ് സിനിമ, അത്രേ ഉള്ളൂ. അപ്പോൾ കിട്ടാൻ പണം സമ്മതിച്ചേ പറ്റുള്ളൂ, പക്ഷേ ആൾ കുറവാണ്, ഇനി ആൾ കൂടിക്കോളും, മൗത്ത് ബസ് കയറിക്കോളും. എടുത്തത് തന്നെ കോമഡി പക്കാ കോമഡി അഭിനയം. മറ്റേ പയ്യൻ്റെ പേരിന് പിടിയില്ല. അത് സൂപ്പർ അഭിനയമായത്. മെസ്സേജ് എന്ന് പറഞ്ഞാൽ സ്നേഹിച്ച് പറ്റിക്കുന്നത് അവർക്കുള്ള മെസ്സേജാണ്. അതായത് പഠിച്ചിട്ട് പോകണമാർക്ക് തിരിച്ചുകൊണ്ട് കൊടുക്കുന്ന പണി. സമ്മതിച്ചു പറ്റുമോ, പടം കിടിലം പടം. പിന്നെ ഫുൾ കോമഡിയല്ലേ, അത് തിരിച്ചിറങ്ങിയേ ഉള്ളൂ. അത്യാവശ്യം നല്ല പടമാണ്. ഫസ്റ്റ് ടൈം, വൺ ടൈം വാച്ച്. കോമഡി ഉണ്ട്, കൊള്ളാം, കണ്ടോണ്ടിരിക്കാം, കൊള്ളാം. അത്ര തന്നെ കോമഡി എൻ്റർടൈൻമെൻറ്റ്. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ തന്നെ പറയാം. ജസ്റ്റ് ഒരു ഓർഡിനറി പടം. OTT ഇറങ്ങാൻ ഇത്ര നല്ലതായിരുന്നു. തിയേറ്ററിൽ ഉള്ള അത്ര ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, പക്ഷേ മെസ്സേജ് അങ്ങനെയൊന്നും തോന്നുന്നില്ല, ഒരു സാധാരണയായിട്ട് തോന്നിയുള്ളൂ. കോമ്പോ അമ്മായിയമ്മ എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടു. അതിൽ ആ ഒരു ക്യാരക്ടർ മാത്രമേ ഇതിൽ ഇഷ്ടപ്പെട്ടുള്ളൂ. അതൊരു നല്ല ക്യാരക്ടർ, അത്രേ ഉള്ളൂ. കുഴപ്പമില്ല, കൊള്ളൂല ബ്രോ. അതിനൊരു ശോകമാണ് പടം. OTT ഇറക്കാൻ പറ്റിയ പടമാണല്ലോ, അല്ലാതെ വലിയ ഇതുപോലെ തിയേറ്ററിൽ ഇറക്കി അവർക്കായിട്ട് നഷ്ടം വരുത്തുന്നതാണ്. അവരുടെ പുതിയ കോംബോ ട്രൈ ചെയ്യാനായിട്ട് വന്നതാണ്, പക്ഷേ ആ കോംബോ അത്ര വർക്കായിട്ടില്ല, അത്രേ ഉള്ളൂ. മെസ്സേജ് എൻ്റർടൈൻമെൻ്റ് ആണ് ഉദ്ദേശം തോന്നുന്നു, പക്ഷെ നമുക്ക് അങ്ങ് അത്രയ്ക്ക് വർക്കായിട്ടില്ല. കുറേ ലാഗും അങ്ങനെയാണ് പോകുന്നത്. ജസ്റ്റ് ഒരു കല്യാണ വീടിൻ്റെ സെറ്റപ്പ് അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇല്ല അങ്ങനെയൊന്നുമില്ല, എനിക്ക് വലിയ ചിരിയായിട്ട് തോന്നിയില്ല. അൽത്താഫിൻ്റെ കുറച്ച് കോമഡീസൊക്കെ ഉണ്ടായിരുന്നു, അത്രേ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലായിരുന്നു. കൊള്ളാം, നല്ല സൂപ്പർ പടം. കാണാൻ നല്ല ഇതുണ്ട്, നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് പടം. നല്ല ടൈം തന്നെ, ലാസ്റ്റ് വരെ കോമഡി തന്നെ. എടുത്തെടുത്ത് ലാസ്റ്റ് അതിൽ നായികയായിട്ട് പറഞ്ഞ ഈ പെണ്ണുമ്പിള്ളാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്, ഡ്രൈവറായിട്ട് പറഞ്ഞത്. അതല്ല ഇത് അത് തന്നെ ഇപ്പം നടക്കണ എൻ്റെ ഇത് തന്നെ വന്നിരിക്കണം, വേറെ കുഴപ്പമൊന്നുമില്ല. പടം എനിക്കിഷ്ടപ്പെട്ടില്ല. അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് വൈസ് ആയാലും എന്തായാലും ഒരു നമുക്ക് എൻ്റർടൈൻ ഒരു സെക്ഷനിൽ കൂട്ടാൻ പറ്റില്ല. കാരണം കോമഡി എന്നൊരു സംഭവം ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ ആ കണ്ടൻറ്റിന് ഒരു കോമഡി ഉണ്ട്, ഒരു ത്രെഡിൻ്റെ ഒരു കോമഡി ഉണ്ട്, അതായിരിക്കും അവർ ഉദ്ദേശിച്ചത്. പക്ഷേ അത് എനിക്ക് വർക്കൗട്ടായില്ല. മെസ്സേജൊക്കെ എന്തോ ഇപ്പോൾ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. അത് ജസ്റ്റ് ഒരു ഫൺ മോഡിൽ ട്രെയിലറിൽ അവരങ്ങനെയല്ലേ കിട്ടുന്നത്, ഒരു ഫൺ മോഡ് ഒരു സംഭവം പിടിച്ചത്. അൽത്താഫിൻ്റെ ലുക്ക് കാണുമ്പോൾ ചിരിയുന്നില്ല, അല്ല സിറ്റുവേഷൻ ആ കോമഡി വളരെ ചെറിയ കോമഡി ഇത് മാത്രമേ വരുന്നുള്ളൂ. വർക്കൗട്ടായിട്ടുള്ള സംഭവമൊന്നുമില്ല. നന്നായിരുന്നു, നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. പിന്നെ എന്താ പറയാനാ, പുതിയ ഭയങ്കര സംഭവമായിട്ടുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നും അല്ല, പക്ക എൻ്റർടൈൻമെൻറ്റ്. 2 മണിക്കൂർ നല്ലതായിട്ട് വാച്ച് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, പക്ക. മെസ്സേജ് ആയിട്ടൊന്നുമില്ല, സംഭവം ക്ലീഷേ കഥകളൊക്കെ സെയിം തന്നെയാണ് മുന്നേയൊക്കെ ഉള്ള, പക്ഷേ നന്നായിട്ട് വർക്കൗട്ട് ഉണ്ട്. കോമഡിയൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ഉണ്ട്, അവരുടെ കോമ്പിനേഷനൊക്കെ ഉള്ള ബാക്കി ക്യാരക്ടേഴ്സ് എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.